നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അതിനൊരു ഡയറ്റ് പ്ലാൻ വേണമല്ലോ. 20 ദിവസം കൊണ്ട് 10 കിലോ ടാർഗറ്റ് ചെയ്തിട്ടാണ്, ടാർഗറ്റ് വെയിറ്റ് റിഡക്ഷനാണ് 10 കിലോ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. 3 നേരവും നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വെയിറ്റ് റിഡക്ഷന് ശ്രമിക്കുന്നത്. വർക്കൗട്ട് പ്ലാൻ എന്നാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഉടനെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. ഡയറ്റ് പ്ലാനാണ് ഇപ്പോൾ എല്ലാവർക്കും തരുന്നത് കേട്ടോ. അപ്പോൾ റെഡി ആയിരുന്നോളൂ, നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വർക്കൗട്ട് പ്ലാൻ ഉടനെ വരുന്നതായിരിക്കും. എന്ന് വരുന്നു എന്നുള്ളത് ടൈമിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ഇത് നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ആർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്. 3 മീൽ ഡയറ്റ് പ്ലാൻ ആണ്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓട്സ് ദോശയാണ്. അത് അത്യാവശ്യം ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ളൊരു ഓട്സ് ദോശയാണ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഭക്ഷണമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക പോസിബിൾ അല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. സോ ഒരു 1200 കാലറിയിൽ 1000 കാലറി ബിലോ ഒക്കെ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാവുന്ന ഒരു മാർഗ്ഗം. ലിക്വിഡ് ഡയറ്റോ അല്ലെങ്കിൽ വളരെ പെയിലായിട്ടുള്ള ഡയറ്റോ എടുത്തുകൊണ്ട് കുറയ്ക്കേണ്ട. ഒരു തരത്തിലുള്ള ക്രാഷ് ഡയറ്റും എടുക്കണ്ട. കാരണം അങ്ങനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതെങ്കിലും ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണ്. അപ്പോൾ 3 നേരം ഭക്ഷണം ഇല്ലാത്ത ഏതെങ്കിലും ഡയറ്റ് പ്ലാൻ എടുത്ത് വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ മെയിൻ്റനൻസിനും അത് തുടർന്ന് നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അങ്ങനെയാണെങ്കിലും ഇത് തന്നെ എടുത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതല്ല, എന്നത് തെറ്റിച്ച് നിങ്ങൾ 3 മീൽ ഡയറ്റ് പ്ലാനിലോട്ട് വരുന്നോ അന്ന് ഈ പോയ വെയിറ്റ് അതേപോലെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ന്യൂട്രീഷൻ റിച്ചാണ് നമ്മുടെ ഡയറ്റ് പ്ലാൻ. ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള മീൽ എടുത്തുകൊണ്ട് എന്നാൽ കൺട്രോൾഡ് ആയിട്ടുള്ള കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നു. കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്നല്ലാതെ വെയിറ്റ് കുറയ്ക്കാൻ വേറെ ഒരു മാർഗ്ഗവുമില്ല. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് ഈ ഡയറ്റ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം അങ്ങനെയൊന്നും പറയുന്നില്ല. നത്തിങ് ഫാൻസി ഹിയർ. ഭയങ്കര ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് ഓഫ് എന്ന് പറഞ്ഞ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. കൺട്രോൾഡ് ആയിട്ട് ഭക്ഷണം എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം പറയട്ടെ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് ഒരു ഓട്സ് ദോശയാണ്. അത് ന്യൂട്രീഷൻ റിച്ചാണ്. ക്രഞ്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ്, ക്രഞ്ചി എന്ന് പറയുമ്പോൾ കടിക്കുമ്പോൾ ഇങ്ങനെ ക്രഞ്ചി ഫീൽ കിട്ടുന്ന കൈൻഡ് ഓഫ് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടാണ് സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു ദോശ നമ്മൾ കഴിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ഓട്സ് വേണം. ഓട്സ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക, കുതിർത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു എഗ്ഗ് ആഡ് ചെയ്യുക, ഒരു മുട്ട ആഡ് ചെയ്യുക, ഹോൾ എഗ്ഗ് എടുക്കുക. എഗ് യോക്ക് ആരെങ്കിലും അൺഹെൽത്തി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊളസ്ട്രോൾ പേഷ്യൻസിനാണ്. അതും ഒന്നിൽ കൂടുതൽ എഗ് യോക്ക് എടുക്കുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ളത്. ഒരു എഗ് യോക്ക് എല്ലാവർക്കും എടുക്കാം. എഗ് യോക്കിലാണ് ബയോട്ടിൻ ഉള്ളത്. ബയോട്ടിനാണ് ഹെയർ ഗ്രോത്തിനും സ്കിന്നിൻ്റെ ഗ്ലോയ്ക്കും ഒക്കെ സഹായിക്കുന്നത്. സോ യു ക്യാൻ ആഡ് 1 എഗ് യോക്ക് ഓൾ ദ ടൈം ഇൻ യുവർ ലൈഫ്. എല്ലാ അവസ്ഥയിലും നിങ്ങൾക്ക് ഒരു എഗ് യോക്ക് കഴിക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ ഒരു ഹോൾ എഗ്ഗ് എടുക്കുക, ഒരു മുട്ട മൊത്തം എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റിന് വെക്കുക. അല്ലെങ്കിൽ ഓട്സ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാലും മതി. ഇനി ഇത് ദോശ ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ സെയിം 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നതും ഓക്കെയാണ്. മനസ്സിലായല്ലോ? 2 ടേബിൾ സ്പൂൺ ഓട്സ്, അതിൽ നിങ്ങൾക്കത് ദോശ ഉണ്ടാക്കിയെടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് ഒരു മുട്ടയും കുറച്ച് വെജിറ്റബിൾസിൽ എന്തൊക്കെ ആഡ് ചെയ്യാം? ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യാം, നിറയെ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അത് ധനിയ ആവാം, അല്ലെങ്കിൽ ധനിയ എന്ന് പറഞ്ഞാൽ മല്ലിയുടെ ഇല, സ്പിനാച്ച്, പാലക് ചീര എന്ന് നമ്മൾ പറയും, പാലക്കിൻ്റെ ഇല അല്ലേ. അതേപോലെ മേത്തി, ഉലുവയുടെ ഇല, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ടേസ്റ്റിന് ഒക്കുന്ന നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം എന്ത് വെജിറ്റബിളും ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാം. കാരണം ഒത്തിരി പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒത്തിരി ലീഫുകൾ നമുക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണം, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് മാത്രം കട്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യുക. ചെറിയ ബീൻസിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രഞ്ചി ആയിട്ട് നമുക്ക് ഈ ദോശ കഴിക്കാൻ സാധിക്കും. ട്രസ്റ്റ് മീ, നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ. എന്നിട്ട് പാനിൽ ബട്ടർ ഗ്രീസ് ചെയ്യുക. ബട്ടർ ഭയങ്കരമായിട്ട് ബട്ടറൊക്കെ ഇട്ടിട്ട് ഗ്രീസ് ചെയ്യുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് തുണി കൊണ്ട് തുടച്ചിട്ട് അതിനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ദോശ ഉണ്ടാക്കിയെടുത്തോളൂ. 2 പുറം മുരിച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് കോക്കനട്ട് ചട്നിയുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ടൊമാറ്റോ ചട്നിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പൊടിയിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ട് കഴിക്കണ്ട. ഓക്കെ, അത് ചെയ്യണ്ട.
ഇതിൻ്റെ കാലറി കറക്റ്റായിട്ട് ഇത്രയെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഉപയോഗിക്കുന്ന വെജിറ്റബിളും ഞാൻ ഉപയോഗിക്കുന്ന ഓട്സിൻ്റെ ക്വാളിറ്റിയും ഞാനതിൽ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഒക്കത്തിനെ ആശ്രയിച്ചിട്ട് കാലറീസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ദോശയുമായിട്ടൊക്കെ എൻ്റെ ദോശ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും ഏകദേശം ഒരു 144 കാലറി മുതൽ ഒരു 155 കാലറി വരെ ഈ ഒരു ദോശ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനി ഈ ദോശയുടെ കൂടെ നമുക്ക് ചട്നി കഴിക്കുമ്പോൾ അതിനും കുറച്ച് കാലറി ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ എടുക്കേണ്ടത് ഹാഫ് ആപ്പിളാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത്യാവശ്യം വിശപ്പ് കൺട്രോൾഡ് ആയിട്ട് കഴിക്കുന്ന ഏത് ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയാണ്. ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? ഇനി ഞാൻ ലഞ്ചിലോട്ട് കടന്നോട്ടെ. ഇനി ലഞ്ചിലോട്ട് കടക്കുന്നതിന് മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ട സമയം 8:30, ലഞ്ച് എടുക്കേണ്ട സമയം 1:30. ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് ഇല്ല. എന്തെങ്കിലും അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ 2 ബദാം മാത്രമേ കഴിച്ചുള്ളൂ, ഞാൻ ഒരു പിടി മിച്ചർ വെറുതെ വായിലിട്ടുള്ളൂ, ഞാൻ ചിപ്സ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് 2 എടുത്ത് വായിലിട്ടു തുടങ്ങിയ കാര്യങ്ങൾ പറയരുത്. ഡയറ്റ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദഹിക്കാനുള്ള മാക്സിമം സമയം കൊടുത്തേക്കുക. ഓക്കെ, ഭക്ഷണം ഒന്ന് നല്ലോണം ദഹിക്കട്ടെ, അതിനുശേഷം അടുത്ത ഭക്ഷണത്തെ കൊടുക്കാം. എങ്കിൽ മാത്രമേ ഈ ഡൈജഷൻ വളരെ സ്മൂത്തായിട്ട് നടക്കുള്ളൂ. നമുക്ക് ഡൈജഷൻ കുറഞ്ഞതുകൊണ്ടും നമ്മുടെ മെറ്റബോളിസം വളരെ ലോ ആയതുകൊണ്ടുമാണ് നമ്മുടെ വെയിറ്റ് കുറയാത്തത് എന്നുള്ള റിയലൈസേഷൻ. അത് ആക്സെപ്റ്റ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, ഒരുമാതിരി ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും മെറ്റബോളിസം കുറവായിരിക്കും. അതുകൂടാതെ അസിഡിറ്റി, ബർപ്പിംഗ്, ബ്ലോട്ടിംഗ് തുടങ്ങിയ ഇഷ്യൂസ് ഉള്ളവർ വേറെയും ഉണ്ടായിരിക്കും. അങ്ങനെ അസിഡിറ്റി ഉണ്ട് നിങ്ങൾക്ക്, അതായത് ഇങ്ങനെ എന്ത് കഴിച്ചാലും അസിഡിറ്റി, എന്ത് കഴിച്ചാലും ബർപ്പിംഗ് ബ്ലോട്ടിംഗ് ഒക്കെ വരുവാണെങ്കിലും വെയിറ്റ് കുറയുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് കഴിക്കുമ്പോഴാണ് ആ ഇഷ്യൂസ് വരുന്നത്? ഇപ്പോൾ ചെറുപയറിൽ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ ഉണ്ട്, കടലയിൽ നല്ല പോലെ പ്രോട്ടീൻ ഉണ്ട്, സോയാബീൻസിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. പക്ഷെ അത് എടുത്ത് കഴിക്കുമ്പോൾ എനിക്ക് വയ്യാണ്ടാവുന്നു, എനിക്ക് അസിഡിറ്റി വരുന്നു. മനസ്സിലായോ? ഇപ്പോൾ തുവരപ്പരിപ്പ് ഇട്ടിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നു. തുവരപ്പരിപ്പ് നല്ലതല്ലേ, പ്രോട്ടീൻ പ്രൊവൈഡർ അല്ലേ? പക്ഷേ അത് എൻ്റെ ബോഡിക്ക് ഓക്കെ അല്ല. ബോഡിക്ക് ഓക്കെ അല്ല എങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമുക്ക് ഓക്കെ അല്ലാത്ത ഭക്ഷണത്തെ അവോയ്ഡ് ചെയ്യാൻ ശീലിക്കുക. പ്രോട്ടീനിന് വേറെയും സോഴ്സസ് ഉണ്ട്. നമ്മുടെ ചിക്കനിൽ പ്രോട്ടീൻ ഉണ്ട്, നമ്മുടെ എഗ് യോക്കിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് അസിഡിറ്റി തരുന്നില്ലെങ്കിൽ ഇതിനെ മാറ്റി നിർത്തി അതിനെ ഉപയോഗിക്കുന്നേ, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് എന്താ പറയുക, ഡോക്ടർ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞു പരിപ്പ് വർഗ്ഗങ്ങൾ ധാരാളം കഴിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് അസിഡിറ്റി ഉണ്ട്, എന്നിട്ട് ഞാൻ പരിപ്പ് വർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബെല്ലി ഫാറ്റ് റിഡക്ഷനുള്ള വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഈ പരിപ്പ് കഴിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അസിഡിറ്റി കാരണം കൊണ്ട് വയറ് വീർത്ത് തന്നെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ വെറും കോമൺ സെൻസാണ്. പിന്നെ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, നിങ്ങൾ ഡോക്ടറുടെ സൂപ്പർവിഷനിലാണ്, നിങ്ങൾക്ക് ഡോക്ടർ മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഡോക്ടർ നിങ്ങൾക്ക് ഡയറ്റും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് BP ലോ ആയാലോ ഷുഗർ ലോ ആയാലോ ഒക്കെ അത് ഡോക്ടർക്കായിരിക്കും നിങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നു കേട്ടോ. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ്. ശരി, അപ്പോൾ അടുത്ത ലഞ്ചിലോട്ട് കിടക്കാം. ലഞ്ച് എടുക്കുന്നത് 1:30ക്കാണ്. 1:30യുടെ ബിഫോറായിട്ട് ലഞ്ച് എടുത്തിരിക്കണം എന്നേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ പ്രൈവറ്റ് ലൈൻസായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇൻസ്റ്റഗ്രാം ID @theblog. ഓക്കെ, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഇന്ത്യൻ ക്ലയൻസിന് ഞാൻ വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ക്ലയൻസിനും വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, വന്നത് ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് പോലുള്ളവർക്കൊക്കെ 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 1 മണിക്ക് ശേഷമാണ് ഫുഡിന് വേണ്ടി ഇൻ്റർവെൽ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 1 മണിക്ക് ശേഷം കഴിക്കാം, 12:30ക്ക് ശേഷം കഴിക്കാം, 1:30ക്ക് മുൻപ് ലഞ്ച് കഴിച്ച് അവസാനിപ്പിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ലഞ്ചായിട്ട് എടുക്കുന്നത് 2 ദോശയാണ്. ഇത് റൈസ് ദോശ എടുക്കാം, ആട്ട ദോശ എടുക്കാം. ഉച്ച സമയത്ത് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ബോഡിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് എനർജി റിക്വയർഡാണ്, അല്ലെങ്കിൽ വല്ലാതെ തളർന്നു പോകും. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് അത്യാവശ്യം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഈവനിങ് സ്നാക്കിംഗ് എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോർമൽ ഹ്യൂമൻ്റെ ഒരു രീതിയാണ്. വിശന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കയ്യിൽ കിട്ടുന്നത്, ഒരു പക്ഷേ അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല എന്താണ് കഴിക്കുന്നതെന്ന്. ഇപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടുന്ന ചായയും അതിൻ്റെ കൂടെ കിട്ടുന്ന സമൂസയോ ബജ്ജിയോ എന്തൊക്കെയാണെങ്കിലും വാങ്ങിച്ച് കഴിക്കും. കാരണം വിശപ്പാണ് അപ്പം നമുക്ക് ശമിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു നേരം കാർബോഹൈഡ്രേറ്റ്സ് നല്ല ഫില്ലിംഗ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത്.
റൈസ് ദോശയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റൈസ് ദോശ എടുക്കുന്നത് എനിക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ആട്ട ദോശ എടുക്കുക, അതും 2 എണ്ണം എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ പ്രോട്ടീൻ ദോശയുടെ റെസിപ്പി ഉണ്ട്, അതും 2 എണ്ണം എടുക്കാം. അതല്ലെങ്കിൽ ഓട്സും റാഗിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ദോശ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ കാണിച്ചിട്ടുള്ള ആ ദോശ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ കറിയാണ്. പൊതുവേ നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഞാൻ ചിക്കൻ കാണിക്കാറില്ല, പക്ഷെ ഞാൻ ചിക്കൻ കഴിക്കുന്ന ഒരാളാണ്. ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് ഞാൻ ചിക്കൻ കഴിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാണിച്ചതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം. ആഴ്ചയിൽ 3 ദിവസം ഫിഷ് എടുക്കാം. ഫിഷ് എടുക്കണം. മിനറൽസും ഒമേഗയും ഒക്കെ കിട്ടുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഫിഷ് എടുത്തിരിക്കണം. വൈറ്റമിൻ ഡി കിട്ടുന്നതിന് ഫിഷ് എടുത്തിരിക്കണം. സോ ഫിഷ് എടുക്കൂ. ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചട്നി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുക്കണ്ട. എനിക്ക് ചട്നി ഇഷ്ടമാണ് ദോശയുടെ കൂടെ കഴിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുറച്ച് ചട്നി എടുത്തു. കുറച്ച്, എന്തിൻ്റെയും ക്വാണ്ടിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചിലവർ പറയും ചോറ് ഞാൻ വളരെ കുറച്ചേ എടുക്കാറുള്ളൂ, പക്ഷേ അതിൻ്റെ കൂടെ എടുക്കുന്ന പയറുതോരനാണ് ഞാൻ ധാരാളമായിട്ട് കഴിക്കാറ്. ഒരു കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ട എനർജി പയറുതോരനിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. ഒന്നും സംഭവിക്കില്ല. അവിടെ എനർജി ബാലൻസ് ചെയ്ത് പോകും എന്നല്ലാതെ അത് വെയിറ്റ് റിഡക്ഷനൊന്നും കാര്യമായിട്ട് നിങ്ങളെ സഹായിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ലഞ്ചിന് പകരം ഗ്രീൻ ബീൻസ്, അതായത് നമ്മുടെ പയറ് പോലെ വാങ്ങിക്കാൻ കിട്ടില്ലേ ഗ്രീൻ ബീൻസ്, അത് കട്ട് ചെയ്ത് ഉപ്പിട്ട് വേവിച്ചിട്ട് കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ സ്പീഡിൽ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കും. കാരണം അതിന് വളരെ കാലറി കുറവാണ്, ഇനഫ് ന്യൂട്രിഷൻ ഉണ്ട്, നല്ല ഫില്ലിംഗ് തരും. അപ്പോൾ ഒന്നിനെ ചേഞ്ച് ചെയ്ത് മറ്റൊന്ന് എടുക്കുമ്പോൾ അതിന് കാലറി എന്താണുള്ളത്, ന്യൂട്രിഷൻ ക്വാളിറ്റി എന്തൊക്കെയാണ്, എത്രത്തോളം ന്യൂട്രിഷൻ അതിലുണ്ട് എന്നൊക്കെ നമ്മുടെ അടുത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ടല്ലോ, പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കൂ. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ എടുത്ത ചിക്കൻ്റെ പോർഷൻ എത്രയാണെന്ന് കണ്ടോ? ഒരു മീഡിയം സൈസ് പീസ് ചിക്കനും അതിന് കുറച്ച് ഗ്രേവിയും, ആ ദോശ കഴിക്കാൻ മാത്രം. അതല്ലാതെ ദോശയേക്കാൾ കൂടുതൽ ചിക്കൻ കറി എടുത്ത് കഴിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ചട്നി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തീരുന്നില്ല. നമ്മൾ ഗ്രീൻ ബീൻസ് ജസ്റ്റ് ബട്ടറിലിട്ട് ഉപ്പും ഇട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്ന അടുത്ത സൈഡ് ഡിഷ്. ഇപ്പോൾ കാണിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ബട്ടർ ആഡ് ചെയ്യുക. വളരെ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൽ ഇതുപോലെ ബീൻസ് ഇട്ടേക്കുക. ഇനി ഇതിനെ എത്ര വലുപ്പത്തിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലാണ്. വെസ്റ്റേൺ സ്റ്റൈലിൽ ഇങ്ങനെ ഗ്രീൻ ബീൻസ് വേവിച്ച് കഴിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിന് 2ആയിട്ട് മുറിക്കുകയോ ഇനി ചെറിയ പീസസ് ആയിട്ട് മുറിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്നിട്ട് ഈ ബട്ടറിലിട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് വയ്ക്കുക. അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ഇനി അതല്ല, ഇതുപോലെ തൈറോയ്ഡ് ഇഷ്യൂസ് ഇല്ലാത്തവർക്ക്, അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ബ്രൊക്കോളിയോ അല്ലെങ്കിൽ ക്യാബേജോ ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ മോസ്റ്റ്ലി ക്ലയൻറ്റ്സ് മൊത്തം തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ബ്രൊക്കോളിയോ ക്യാബേജോ പറ്റില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗ്രീൻ ബീൻസ് തന്നെ എടുത്തു കൊണ്ടുവന്നത് കേട്ടോ. ഇനിയൊന്നുമില്ല, അത് വേവിച്ച് ഇതുപോലെ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നു, വേവിക്കുന്നു, എന്നിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ സൈഡ് ഡിഷായിട്ട് എടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു സാലഡ് കൂടി എടുക്കുക. സാലഡിൽ കുക്കുംബർ ആവാം, ക്യാപ്സിക്കം ആവാം, ക്യാരറ്റ് ആഡ് ചെയ്യാം, ഒരു ഇച്ചിരി ഓണിയൻ ടേസ്റ്റിന് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ലെമൺ സ്ക്യൂസ് ചെയ്യുന്നു, കുറച്ച് ഉപ്പിടുന്നു, സാലഡ് സൈഡ് ഡിഷായിട്ട് എടുക്കുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഈ ബീൻസ് എന്ന് പറയുന്നതിന് നല്ല ന്യൂട്രിഷൻ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതാണ്. എത്ര കഴിച്ചാലും കാലറി വളരെ കുറച്ച് മാത്രമേ ചെല്ലുന്നുള്ളൂ. ഡൈജഷൻ ഈസി ആക്കുന്നതിന് ഫൈബർ കണ്ടൻറ്റ് റിച്ച് ആണ്. ആൻഡ് യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ കിട്ടുന്നതിന് സഹായിക്കും. ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ലോണം വിശന്ന് വരുമ്പോൾ ഏത് ഭക്ഷണമാണോ അത് ആർത്തിയോട് കഴിക്കുന്നതിന് മുൻപ് കുറച്ച് ഗ്രീൻ ബീൻസ് വേവിച്ചത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഗ്രീൻ ബീൻസിൻ്റെ കളർ നഷ്ടപ്പെടാതെ വേവിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് ദോശയുടെ കൂടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചിക്കൻ കറിയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാം. ഫിഷ് കറിയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 ദിവസം എടുക്കാം. വെജിറ്റബിൾ കറിയും എടുക്കാം. ദാല് പരിപ്പ് വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് അസിഡിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ബൗളിൻ്റെ അത്ര മാത്രമേ വരാവൂ. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്തയിലോട്ട് കിടക്കട്ടെ. ഇനി സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലവർക്കെങ്കിലും ഇത് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്നെ കാണുന്നവർ ഒരു പക്ഷേ
ഹൈ ലെവലിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവരും ഉണ്ടാവും, അത്രയും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരും ഉണ്ടാവും. അങ്ങനെ ഉള്ള എൻ്റെ സാധാരണക്കാരായിട്ടുള്ള ക്ലയൻസിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആർക്കെങ്കിലും ഞാൻ ഭയങ്കര അനോയിങ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യൂ, എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യൂ, എന്നെ ബ്ലോക്ക് ചെയ്യൂ. ഓക്കെ, ഞാൻ അത്ര നല്ല ആളാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുള്ള സാധാരണക്കാരിയാണ് ഞാൻ. ഓക്കെ, എൻ്റെ അടുത്ത് അത്യാവശ്യം മോഡയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? ഡിന്നറാണ്. എപ്പോഴാണ് എടുക്കാൻ പോകുന്നത്? 7 PM എടുക്കാൻ പോകുന്നത്. ഫ്രൂട്ട് സാലഡ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നോ? വെജിറ്റബിൾ ഫ്രൂട്ട് സാലഡ്. അതെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇതായിരുന്നു. ഇതാണ് നമ്മൾ നൈറ്റ് ഡിന്നറായിട്ട് എടുക്കാൻ പോകുന്നത്. നൈറ്റ് ഡിന്നറായിട്ട് എടുക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കുന്നത് നല്ലതാണ്. അതും എടുക്കുന്ന ഫ്രൂട്ട്സിനെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്താ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഷൂട്ടപ്പ് ചെയ്യാൻ കഴിവുള്ളവരെ എടുത്തേക്കരുത്. അപ്പം ഞാൻ 2 പേരെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ്? ആപ്പിളിനെയും പോമിഗ്രാനൈറ്റിനെയും. ഏത് സാഹചര്യത്തിലും നമുക്ക് കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള 2 പേരാണ്. അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ടാണ്, അത്യാവശ്യം എനർജി ബൂസ്റ്ററാണ്, ഒത്തിരി ബെനഫിറ്റ്സ് ഉള്ളതാണ്. അവരുടെ കൂടെ 2 പേരെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാബേജാണ്, അടുത്തത് കുക്കുംബറാണ്. കുക്കുംബറൊക്കെ ഏത് സാഹചര്യത്തിലും നമുക്ക് കണ്ണും പൂട്ടി കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിളാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര ഭീകരമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് നല്ല ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ ക്യാബേജ് നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ക്ലയൻസിന് ഓക്കെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഗ്രീൻ ബീൻസ് എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് മാത്രം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് എടുത്താൽ മതി. കുക്കുംബർ, ആപ്പിൾ ആൻഡ് പോമിഗ്രാനൈറ്റ് മാത്രം എടുക്കുക. വേറെ ഇതിന് ബീട്രൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അത്യാവശ്യം ഷുഗർ ഉണ്ട്. ക്യാരറ്റ് എടുക്കണ്ട, അത്യാവശ്യം ഷുഗർ ഉണ്ട്. അപ്പോൾ ഇത്രയും പറ്റുള്ളൂ. ഓറഞ്ചസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, നോ എടുക്കണ്ട. പപ്പായ എടുക്കണ്ട. ഇത് തന്നെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ആരൊക്കെയാണ്? പോമിഗ്രാനൈറ്റ്, ആപ്പിൾ ആൻഡ് കുക്കുംബർ എടുത്തേക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിന്നർ എടുക്കുന്നത്. ഡിന്നർ 7 PM 2 നേരം വർക്കൗട്ട് ചെയ്യണം. മോർണിംഗ് വർക്കൗട്ട് ചെയ്യുക ആൻഡ് ഈവനിങ് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ റിഡക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു നേരം കറക്റ്റായിട്ട് 1 hour വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് വീഡിയോ വരുമ്പോൾ വർക്കൗട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ചെയ്യാം. പക്ഷേ എപ്പോഴാണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സാഹസികത, നമ്മളാരും അത്ലറ്റ്സ് ഒന്നും അല്ലല്ലോ, അതുപോലെ തന്നെ ജിംനാസ്റ്റിക് പീപ്പിളും അല്ല. അപ്പം നിങ്ങൾ എവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുവാണെങ്കിലും നിങ്ങളെക്കൊണ്ട് ഇത് പറ്റുന്നില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനൊരു ഫ്യൂച്ചർ ഉണ്ട്, ഇനിയും കുറേ കാലം നമുക്ക് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പം കൊണ്ട് കുളമാക്കാതിരിക്കുക. പറ്റുന്നില്ല എന്ന് തോന്നുന്നത് ചെയ്യണ്ട. പറ്റുന്നത് ഉണ്ടാവുമല്ലോ, ആ വർക്കൗട്ടുകൾ എടുത്തിട്ട് 1 hour കംപ്ലീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. സാഹസികത കാണിച്ചിട്ട് കിടപ്പിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതോർക്കുക. സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുക, സ്വന്തമായിട്ട് വ്യക്തിത്വം ഉണ്ടായിരിക്കുക, അതിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക. ആരുടെയെങ്കിലും പിന്നാലെ നടന്ന് അവരെ ബോറടിപ്പിക്കാതിരിക്കുക. നമ്മളെ മറ്റൊരാൾക്ക് ബോറടിക്കരുത്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരാളുടെ പിന്നാലെ നടന്ന് അയാൾക്ക് നമ്മളെ ബോറടിക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് നമ്മളോടുള്ള സെൽഫ് റെസ്പെക്റ്റ് പോകും. തോന്നിയിട്ടില്ല അങ്ങനെ ലൈഫിൽ. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കുക, അവനവൻ്റെ ബോഡി നോക്കുക, അവനവൻ്റെ ഭക്ഷണം നോക്കുക, അവനവൻ ലൈഫിൽ മുന്നോട്ട് വരാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ആലോചിക്കുക. വേറൊരാളുടെ പരദൂഷണോ മറ്റുള്ളവരുടെ കുറ്റമോ ഒന്നും അന്വേഷിച്ച് പോവാതെ അവനവനെ പറ്റി ചിന്തിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈഫ് സെറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരും കേട്ടോ. റെഡി ആയിക്കോളൂ, വർക്കൗട്ട് ചെയ്യണം, നമുക്ക് തകർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ശരിയാണല്ലോ, റെഡിയാണല്ലോ, ഉമ്മാട്ടാ കെട്ടിപ്പിടിച്ചു. ബൈ 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 ബൈ. താങ്ക് യു.